അൽഹംദുലില്ലാഹ് സർവ്വലോക രക്ഷയായ അല്ലാഹുവിനും നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കുടുംബത്തിനും സഹാബത്തിനും അവരുടെ വഴിയെ പിന്തുടരുന്ന എല്ലാവർക്കും സലാം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ മുതഅല്ലിം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു കാലികവും അതീവ പ്രധാനമായ വിഷയത്തെക്കുറിച്ചാണ്. സോഷ്യൽ മീഡിയ വിനോദത്തിനല്ല, വ്യക്തിത്വ വികസനത്തിനാണ്. ഇന്നത്തെ ലോകത്ത് സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഭാഗമായി മാറിയിരിക്കുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക്, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ അനവധി പ്ലാറ്റ്ഫോമുകൾ ഇന്ന് എല്ലാവരുടെയും കൈകളിലുണ്ട്. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഏത് മൂലയിലും വെറും സെക്കൻഡുകൾക്കുള്ളിൽ വാർത്തകൾ, വീഡിയോകൾ, ആശയങ്ങൾ എത്തിക്കാനാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സന്ദേശങ്ങൾ എത്തിക്കാൻ ആളുകൾ ദിവസങ്ങൾ, മാസങ്ങൾ യാത്ര ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ കയ്യിൽ പിടിക്കുന്ന ചെറിയൊരു ഫോണിൽ ലോകം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ഇസ്ലാം നമ്മെ വിജ്ഞാനത്തിനായി പരിശ്രമിക്കാൻ, നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ, മറ്റുള്ളവരെ ഉപകാരപ്രദരാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വഖൂലു ലിന്നാസിൽ ഹുസ്ന, മനുഷ്യരോട് നല്ലത് പറയുക. സോഷ്യൽ മീഡിയ നമ്മെ നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും ലോകമെമ്പാടും എത്തിക്കാനുള്ള ഒരു വലിയ അവസരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ദല്ല അലാ ഖൈരി ഫലഹു മിസ്ലു അജ്റിൻ ഫായിലുഹു, ഒരാളെ നല്ല കാര്യത്തിലേക്ക് വഴികാട്ടുന്നവന് അത് ചെയ്യുന്നവന്റെ പ്രതിഫലം ലഭിക്കും. അതിനാൽ ഒരു നല്ല ഇസ്ലാമിക വീഡിയോ, ഖുർആൻ ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഹദീസ് ഷെയർ ചെയ്യുമ്പോൾ അത് കാണുന്നോ വായിക്കുന്നോ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന എല്ലാ പ്രതിഫലങ്ങളും നമ്മുടേതായിരിക്കും. പക്ഷേ ഇന്ന് പലരും സോഷ്യൽ മീഡിയ വിനോദത്തിനും സമയം കളയുന്നതിനും മാത്രം ഉപയോഗിക്കുന്നു. മണിക്കൂറുകളോളം വീഡിയോ സ്ക്രോൾ ചെയ്യുക, വൃദ്ധ ചർച്ചകളിൽ സമയം കളയുക, രാഷ്ട്രീയവാദങ്ങളിൽ കലഹിക്കുക, മറ്റുള്ളവരെ അപമാനിക്കുന്ന കമന്റുകൾ ഇടുക, സ്വകാര്യ ജീവിതം പരസ്യപ്പെടുത്തുക, ഇവയാണ് പലർക്കും പതിവായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി, നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ് വസിഹത്തും വൽ ഫറാഗ്, രണ്ട് അനുഗ്രഹങ്ങൾ, ഒന്ന് ആരോഗ്യം, രണ്ട് ഒഴിവു സമയം, പലരും വില മനസ്സിലാക്കാതെ നഷ്ടപ്പെടുത്തുന്നവയാണ്. സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തെ നല്ലതാക്കാനും മോശമാക്കാനും കഴിവുള്ള ഇരുനൂല് മുഖത്തിലുള്ള വാളാണ്. നല്ലവണ്ണം ഉപയോഗിച്ചാൽ അറിവ് സമ്പാദിക്കാം, പുതിയ കഴിവുകൾ പഠിക്കാം, ലോകമെമ്പാടും നല്ല ആളുകളുമായി ബന്ധപ്പെടാം, മതസന്ദേശങ്ങൾ പ്രചരിപ്പിക്കാം. തെറ്റായി ഉപയോഗിച്ചാൽ സമയം കളയും, ഹറാം കാര്യങ്ങൾ കാണും, ഹൃദയം മാലിന്യമാകും, ബന്ധങ്ങൾ തകരും, മതബോധം കുറയും. അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകുന്നു, വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, ശൈത്താന്റെ പാത പിന്തുടരുത്. സോഷ്യൽ മീഡിയയിൽ പല ഉള്ളടക്കങ്ങളും നിഷിദ്ധമാണ്. സംഗീതം, അനാചാര ചിത്രങ്ങൾ, വ്യാജ വാർത്തകൾ, മറ്റുള്ളവരെ അപമാനിക്കുന്ന പോസ്റ്റുകൾ, ഇവ നമ്മെ ആഖിറത്തിൽ നഷ്ടത്തിലേക്കാണ് നയിക്കുക. അതിനാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടു, എന്ത് പോസ്റ്റ് ചെയ്തു, എന്ത് ഷെയർ ചെയ്തു എല്ലാം അല്ലാഹു ചോദിക്കും. അല്ലാഹു നമ്മെ സമയം, ആരോഗ്യം, സോഷ്യൽ മീഡിയ എല്ലാം ഹലാൽ വഴികളിൽ നല്ല കാര്യത്തിൽ മാത്രം ഉപയോഗിക്കാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സർവ്വലോക രക്ഷയായ അല്ലാഹുവിനും നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കുടുംബത്തിനും സഹാബത്തിനും അവരുടെ വഴിയെ പിന്തുടരുന്ന എല്ലാവർക്കും സലാം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ മുതഅല്ലിം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു കാലികവും അതീവ പ്രധാനമായ വിഷയത്തെക്കുറിച്ചാണ്.
സോഷ്യൽ മീഡിയ വിനോദത്തിനല്ല, വ്യക്തിത്വ വികസനത്തിനാണ്. ഇന്നത്തെ ലോകത്ത് സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഭാഗമായി മാറിയിരിക്കുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക്, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ അനവധി പ്ലാറ്റ്ഫോമുകൾ ഇന്ന് എല്ലാവരുടെയും കൈകളിലുണ്ട്. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഏത് മൂലയിലും വെറും സെക്കൻഡുകൾക്കുള്ളിൽ വാർത്തകൾ, വീഡിയോകൾ, ആശയങ്ങൾ എത്തിക്കാനാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സന്ദേശങ്ങൾ എത്തിക്കാൻ ആളുകൾ ദിവസങ്ങൾ, മാസങ്ങൾ യാത്ര ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ കയ്യിൽ പിടിക്കുന്ന ചെറിയൊരു ഫോണിൽ ലോകം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ഇസ്ലാം നമ്മെ വിജ്ഞാനത്തിനായി പരിശ്രമിക്കാൻ, നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ, മറ്റുള്ളവരെ ഉപകാരപ്രദരാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വഖൂലു ലിന്നാസിൽ ഹുസ്ന, മനുഷ്യരോട് നല്ലത് പറയുക. സോഷ്യൽ മീഡിയ നമ്മെ നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും ലോകമെമ്പാടും എത്തിക്കാനുള്ള ഒരു വലിയ അവസരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ദല്ല അലാ ഖൈരി ഫലഹു മിസ്ലു അജ്റിൻ ഫായിലുഹു, ഒരാളെ നല്ല കാര്യത്തിലേക്ക് വഴികാട്ടുന്നവന് അത് ചെയ്യുന്നവന്റെ പ്രതിഫലം ലഭിക്കും. അതിനാൽ ഒരു നല്ല ഇസ്ലാമിക വീഡിയോ, ഖുർആൻ ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഹദീസ് ഷെയർ ചെയ്യുമ്പോൾ അത് കാണുന്നോ വായിക്കുന്നോ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന എല്ലാ പ്രതിഫലങ്ങളും നമ്മുടേതായിരിക്കും. പക്ഷേ ഇന്ന് പലരും സോഷ്യൽ മീഡിയ വിനോദത്തിനും സമയം കളയുന്നതിനും മാത്രം ഉപയോഗിക്കുന്നു. മണിക്കൂറുകളോളം വീഡിയോ സ്ക്രോൾ ചെയ്യുക, വൃദ്ധ ചർച്ചകളിൽ സമയം കളയുക, രാഷ്ട്രീയവാദങ്ങളിൽ കലഹിക്കുക, മറ്റുള്ളവരെ അപമാനിക്കുന്ന കമന്റുകൾ ഇടുക, സ്വകാര്യ ജീവിതം പരസ്യപ്പെടുത്തുക, ഇവയാണ് പലർക്കും പതിവായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി, നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ് വസിഹത്തും വൽ ഫറാഗ്, രണ്ട് അനുഗ്രഹങ്ങൾ, ഒന്ന് ആരോഗ്യം, രണ്ട് ഒഴിവു സമയം, പലരും വില മനസ്സിലാക്കാതെ നഷ്ടപ്പെടുത്തുന്നവയാണ്. സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തെ നല്ലതാക്കാനും മോശമാക്കാനും കഴിവുള്ള ഇരുനൂല് മുഖത്തിലുള്ള വാളാണ്. നല്ലവണ്ണം ഉപയോഗിച്ചാൽ അറിവ് സമ്പാദിക്കാം, പുതിയ കഴിവുകൾ പഠിക്കാം, ലോകമെമ്പാടും നല്ല ആളുകളുമായി ബന്ധപ്പെടാം, മതസന്ദേശങ്ങൾ പ്രചരിപ്പിക്കാം. തെറ്റായി ഉപയോഗിച്ചാൽ സമയം കളയും, ഹറാം കാര്യങ്ങൾ കാണും, ഹൃദയം മാലിന്യമാകും, ബന്ധങ്ങൾ തകരും, മതബോധം കുറയും. അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകുന്നു, വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ, ശൈത്താന്റെ പാത പിന്തുടരുത്. സോഷ്യൽ മീഡിയയിൽ പല ഉള്ളടക്കങ്ങളും നിഷിദ്ധമാണ്. സംഗീതം, അനാചാര ചിത്രങ്ങൾ, വ്യാജ വാർത്തകൾ, മറ്റുള്ളവരെ അപമാനിക്കുന്ന പോസ്റ്റുകൾ, ഇവ നമ്മെ ആഖിറത്തിൽ നഷ്ടത്തിലേക്കാണ് നയിക്കുക. അതിനാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടു, എന്ത് പോസ്റ്റ് ചെയ്തു, എന്ത് ഷെയർ ചെയ്തു എല്ലാം അല്ലാഹു ചോദിക്കും. അല്ലാഹു നമ്മെ സമയം, ആരോഗ്യം, സോഷ്യൽ മീഡിയ എല്ലാം ഹലാൽ വഴികളിൽ നല്ല കാര്യത്തിൽ മാത്രം ഉപയോഗിക്കാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.